വി ഡി സതീശൻ സവർക്കറുടെ മുമ്പിൽ കുനിഞ്ഞു നിന്നതുപോലെ ശ്രീ വി ഡി സതീശൻ വല്ലാതെ ചിരിക്കുന്നുണ്ടാകും. കോൺഗ്രസ് ചിരിക്കുന്നുണ്ടാകും. തുടർച്ചയായി കേരളത്തിൽ വരുമ്പോഴെല്ലാം രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടിയിരുന്ന ഒരേ ഒരു കാര്യം, അതെന്താ എന്നെ കുറിച്ച് മാത്രം പ്രത്യേകം പറഞ്ഞു, ഇഡി എന്തുകൊണ്ട് പിണറായിയെ തേടി വരുന്നില്ല എന്നതായിരുന്നു. അതാണോ കാര്യം? മനസ്സിലായി. എന്തുകൊണ്ട് ഇഡി ഇത്രയും ദിവസം കാത്തിരുന്നു എന്നും ഇപ്പോൾ വ്യക്തമാണ്. വ്യക്തമായില്ല. താൻ എന്താ ഈ വളഞ്ഞു കൊണ്ടുവരണേ? പറയടോ. ആരൊക്കെ തമ്മിലാണ് ഡീൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു എന്ന് കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. സംഘപരിവാർ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കോൺഗ്രസും സംഘപരിവാറും ഒരുമിച്ചു ചേർന്നോ ഈ ചെങ്കൊടിയെ ഒന്ന് തൊഴാൻ വന്നു നോക്ക്. രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടുത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ എന്റെ ജീവന്റെ അവസാന തുടിപ്പോരെ ഈ ഹക്കീം പൊരുതും. ലാൽ സലാം. അതാണല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം അതിന്റെ റിസൾട്ട്. മിസൈല് വല്ലതും ഉണ്ടായിരുന്ന ഉള്ളില് ഒരു വെടിയും മിന്നലും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബംഗാളിൽ BJP അധികാരം ഏറ്റെടുത്ത സ്ഥലത്ത് പോലും വന്ദേ മാതരം മുഴുവനായി ചൊല്ലിയില്ല. എന്നാലും ഏത് മഹാഭാവികളാണോ ഈ കടുങ്കൈ ചെയ്തത്? ആ വന്ദേ മാതരം മുഴുവനായി ചൊല്ലിയത് എവിടെ? വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. വെരി ഫണ്ണി. ഇതെല്ലാം കണ്ടിട്ട് മലയാളികൾക്കൊന്നും മനസ്സിലായില്ലെന്നാണോ വി ഡി സതീശൻ കരുതുക? ഞാനും ചോദിച്ചോട്ടെ, നമ്മൾ ആരാ മനസ്സിലായില്ല? ഇതെല്ലാം ഞാൻ RSS ചാരനാകുന്നതിനാണ്. RSS കാരൻ RSSന്റെ ചാരനാവേണ്ട കാര്യമില്ലല്ലോ. സാധിക്കുന്നുണ്ടോ? തുടരെ ഇങ്ങനെ മണ്ടത്തരം പറഞ്ഞുകൂടാ. അതൊരു കലയാണ്, നമ്മൾ അത് ഉണ്ടാക്കണ കലാകാരനും. ഇപ്പൊ നോക്കൂ, ഒരു കാര്യം ഞാൻ പറയുന്നു, ഇനി ഏത് ഇഡി വേട്ടയാടിയാലും വി ഡി സതീശൻ സവർക്കറുടെ മുമ്പിൽ കുനിഞ്ഞു നിന്നതുപോലെ. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്തനം പറയണ പരനാറി, നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ? ബോറ നിനക്ക് വേണം. വണങ്ങി നിന്നതുപോലെ പിണറായി വിജയനും ഈ പാർട്ടി ഒരാളും സംഘപരിവാറിന് മുമ്പിൽ തലകുനിച്ച് നിൽക്കില്ല. കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. വി ഡി സതീശൻ സവർക്കറുടെ മുമ്പിൽ തലകുനിച്ചു നിന്നതുപോലെ ഞങ്ങൾ ആരും തലകുനിച്ചു നിൽക്കില്ല, ഇനി മരിക്കേണ്ടി വന്നാലും. എന്റെ കൺട്രോൾ വിട്ടു. എന്തായാലും കൊള്ളാം. ഞാൻ വീട്ടിൽ പോണേ, എനിക്കൊന്നും വയ്യ കാണാൻ.